ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിൽ പോളണ്ട് എന്നുള്ള ഒരു കൺട്രി ഞാൻ എന്തുകൊണ്ടിട്ടാണ് എന്റെ ഹയർ എഡ്യൂക്കേഷന് ചൂസ് ചെയ്തത് എന്നതിനെ പറ്റി നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനെല്ലാം ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ അവരിലുള്ള കുറെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി കിട്ടുന്നതാണ്. സോ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. എന്റെ ഹയർ എഡ്യൂക്കേഷൻ നോക്കി തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം ചൂസ് ചെയ്ത കൺട്രി എന്ന് പറയുന്നത് UK ആയിരുന്നു. UK ഓൾമോസ്റ്റ് എന്റെ ക്രെഡിബിലിറ്റി ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓഫർ ലെറ്റർ കിട്ടി നിൽക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു ബാങ്കിൽ നിന്ന് ലോൺ സാങ്ഷൻ ആകാതെ വന്നത്. സോ ഞാനപ്പോൾ എൻ്റെ ആ ഒരു ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു സ്വപ്നം അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഒരു കൺട്രി നോക്കിയാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് യൂറോപ്യൻ കൺട്രിയിലേക്ക് വരുന്നതും പോളണ്ട് എന്നുള്ള ഒരു കൺട്രി ഞാൻ നോട്ടീസ് ചെയ്യുന്നതും. എനിക്ക് മറ്റുള്ള കൺട്രീസ് വെച്ചിട്ട് പോളണ്ട് എന്നുള്ള ഒരു കൺട്രി കുറച്ച് വ്യത്യാസമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഫീസ് തന്നെയാണ്. മറ്റുള്ള യൂറോപ്യൻ കൺട്രി വെച്ച് നോക്കുമ്പോഴത്തേക്കും പോളണ്ട് എന്നുള്ള ഒരു കൺട്രിയിൽ വളരെ ചീപ്പായിട്ടുള്ള ഒരു രീതിയിലാണ് അവരുടെ ട്യൂഷൻ ഫീസ് വരുന്നത്. അത് തന്നെയാണ് നമ്മളെ ആ ഒരു പോളണ്ട് എന്നുള്ള ഒരു കൺട്രിയിലേക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നാട്ടിലുള്ള ഒരുപാട് പേർക്ക് കുറച്ച് ധാരണകളുണ്ട് പോളണ്ട് എന്നുള്ള ഒരു കൺട്രീനെ കുറിച്ചിട്ട്. പോളണ്ട് എന്നുള്ള ഒരു കൺട്രി വളരെ ചെറിയൊരു കൺട്രിയാണ്. ഇവിടെ എന്ത് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്, എല്ലാവരും കൂടി പോളണ്ടിലേക്ക് പോകാൻ വേണ്ടി എന്തൊക്കെ ഒരുപാട് പേര് നമ്മളോട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല പോളണ്ട് എന്നുള്ള ഒരു കൺട്രി. എനിക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ മെയിൻലി വന്നിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ പോളണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ എന്താകും, അല്ലെങ്കിൽ പോളണ്ടിൽ പഠിക്കുന്നത് കൊണ്ടിട്ടുള്ള നമ്മൾ വേസ്റ്റ് ആകുമോ, ആ ഒരു ഗ്രാജുവേഷൻ എടുത്തതിന് അത് വേസ്റ്റ് ആകുമോ എന്നുള്ള ചിന്തയും കാര്യങ്ങളെല്ലാം എനിക്കും നാട്ടിൽ നിന്ന് പോളണ്ടിലേക്ക് ഫ്ലൈറ്റ് കയറിയപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ പോളണ്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഈ മറ്റുള്ള കൺട്രീസ് വെച്ചിട്ട് പോളണ്ട് വളരെ ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എക്സ്പെൻസ് ആയാലും, അതായത് ഞാൻ പറയുന്നത് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ആയാലും എല്ലാം തന്നെ മറ്റുള്ള കൺട്രീസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും പോളണ്ട് കുറച്ചും കൂടി വ്യത്യാസമായിട്ടുള്ള ഒരു കൺട്രിയാണ്. പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റുഡന്റിന്, അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ബാച്ചിലേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ബാച്ചിലേഴ്സ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കൺട്രിയാണ് പോളണ്ട് എന്ന് പറയുന്നത്. പോളണ്ട് നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. അതും വളരെ ചീപ്പായിട്ടുള്ള ഒരു രീതിയിലാണ് അവർ നമുക്ക് ട്യൂഷൻ ഫീസ് ചാർജ് ചെയ്യുന്നത്. ഇപ്പൊ UK പോയി പഠിക്കുന്ന ആ ഒരു സെയിം കോഴ്സ് തന്നെ നമുക്ക് ഇവിടെ ഒരു 3 ലക്ഷം അല്ലെങ്കിൽ ഒരു 2.5 ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചിറങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു കൺട്രിയും കൂടിയാണ് പോളണ്ട് എന്ന് പറയുന്നത്. പോളണ്ടിൽ നമുക്ക് ഒരുപാട് പബ്ലിക് ആൻഡ് നോൺ പബ്ലിക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ടൈം ആയിട്ടുള്ള കോഴ്സുകൾക്ക് അവര് ഫീസ് ചാർജ് ചെയ്യാത്ത യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും. പക്ഷെ നാട്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് കൂടുതലും അവർ ചൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. നമ്മളിപ്പോ ഒരു ബാച്ചിലേഴ്സോ അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സോ ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസിന് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോളണ്ടിൽ തന്നെ ഒരുപാട് സ്കോളർഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന ഏജൻസി ത്രൂ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ഏജൻസിയുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലാണോ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കിട്ടും. അങ്ങനെ നിങ്ങളൊരു സ്കോളർഷിപ്പോട് കൂടിയാണ് നിങ്ങൾ പോളണ്ടിലേക്ക് പഠിക്കാൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്യൂഷൻ ഫീസിന് റിഡക്ഷനും അതുപോലെ തന്നെ ചിലപ്പോൾ ട്യൂഷൻ ഫീസ് നമുക്ക് പേ ചെയ്യാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ വരെ നമുക്ക് പോളണ്ട് യൂണിവേഴ്സിറ്റി അവർ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. പോളണ്ടിലുള്ള മിക്ക യൂണിവേഴ്സിറ്റീസും നമുക്ക് ഹൈ ക്വാളിറ്റീസ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും അതുപോലെ തന്നെ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രോഗ്രാംസ്, അതായത് ഒരുപാട് കോഴ്സസ്, ഇപ്പൊ ഒരു പ്ലസ് ടു കഴിഞ്ഞ് ഒരു ബാച്ചിലേഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഇവിടെ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആയിട്ടുണ്ട്. മാനേജ്മെന്റ് ഫീൽഡ് ആണെങ്കിലും ഫാഷൻ ഡിസൈനിങ് ഫീൽഡ് ആണെങ്കിലും ആർട്ട് ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും എല്ലാം തന്നെ ഒരുപാട് കോഴ്സസ് എല്ലാം യൂണിവേഴ്സിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതും വളരെ ചീപ്പായിട്ടുള്ള രീതിയിൽ മാത്രമേ അവർ ട്യൂഷൻ ഫീസ് ചാർജ് ചെയ്യുന്നുള്ളൂ. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് പോളണ്ടിൽ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോർപ്പറേറ്റ് ജോലി നമുക്ക് കിട്ടാവുന്നതാണ്. മറ്റുള്ള കൺട്രി വെച്ച് നോക്കുമ്പോഴത്തേക്കും പോളണ്ടിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് തന്നെയാണ്.
ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന ആ ഒരു ടൈമിൽ എനിക്ക് അറിയില്ലായിരുന്നു. പോളണ്ടിൽ വന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കോർപ്പറേറ്റ് ജോലി നമുക്ക് സ്റ്റഡി പ്ലസ് വർക്ക് എന്നുള്ളൊരു രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് അതിനെ പറ്റിയിട്ട് അറിയേണ്ടായിരുന്നത്. അപ്പൊ നിങ്ങളൊരു ബാച്ചിലേഴ്സ് ചെയ്യുന്ന സ്റ്റുഡന്റ് ആണെങ്കിലും നിങ്ങളൊരു മാസ്റ്റേഴ്സ് ചെയ്യുന്ന സ്റ്റുഡന്റ് ആണെങ്കിലും നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഒരു സെക്കൻഡ് സെമസ്റ്ററോ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലിങ്ക്ഡിനിലോ ഗ്ലാസ് സ്റ്റോറിലോ ഒക്കെ കയറി നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റഡി പ്ലസ് വർക്ക് എന്നുള്ളൊരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് പോളണ്ടിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. മറ്റുള്ളൊരു കൺട്രി വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളൊരു കൺട്രീസിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ പോളണ്ടിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിന് ആ ഒരു ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ ആയപ്പോൾ തന്നെ ജോലി കിട്ടിയിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ എനിക്കറിയാം. അപ്പൊ അവരവരുടെ പഠിത്തവും സ്റ്റഡീസും വർക്കും കൂടി ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരു പാർട്ട് ടൈം ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ജോബ് ആണെങ്കിലോ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. കമ്പാരിറ്റീവ്ലി അതർ കൺട്രീസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പോളണ്ടിൽ ടാക്സ് എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. ആ ഒരു ടാക്സ് വളരെ കുറവായിട്ടുള്ള ഒരു കൺട്രിയാണ് പോളണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പോളണ്ടിൽ യൂറോ അല്ല സ്ലോട്ടി ആണ്. അപ്പൊ സ്ലോട്ടി വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. പാർട്ട് ടൈം ജോബിന് നിന്നുകൊണ്ട് തന്നെ ഏകദേശം ഒരു മാസം 1,00,000 കൂടുതൽ ഏൺ ചെയ്യുന്ന കുട്ടികളെ വരെ എനിക്കറിയാം. അതുപോലെ തന്നെ ലിവിങ് എക്സ്പെൻസ് നമുക്ക് വളരെ കുറവായിട്ടുള്ളത് ഒന്നാണ് നമുക്ക് പോളണ്ടിൽ എന്ന് പറയുന്നത്. നമുക്ക് ലിവിങ് എക്സ്പെൻസ് എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ബീറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു കൺട്രിയാണ് പോളണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ 26 എബോവ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസിന് ടാക്സ് പിടിക്കുവാണെങ്കിൽ തന്നെ അവർക്ക് ഇയർലി ആകുമ്പോഴത്തേക്കും ആ ഒരു ടാക്സിന്റെ ഒരു ഇത്രയും പെർസെന്റേജ് നമുക്ക് അവർ റിട്ടേൺ തരുന്നുണ്ട്. സോ അതിനെ പറ്റിയിട്ടുള്ള ഒരു ടാക്സ് റിട്ടേണിന്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ടാക്സ് പിടിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ടാക്സിന്റെ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കുറച്ച് പെർസെന്റേജ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ അവർ ആ ഒരു ഇയർലി നമുക്ക് തിരിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ലിവിങ് എക്സ്പെൻസ് ആണെങ്കിലും വളരെ ചീപ്പായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോളണ്ടിന്റെ ഒരു ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണ്, യു കെയിലൊക്കെ നമുക്ക് ഇത്രയും പെർ അവർ വർക്ക് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ പോളണ്ടിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നമേ ഇല്ല. പോളണ്ടിൽ നമുക്ക് അറ്റ് എ ടൈം എത്ര ജോബ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം തന്നെ വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യണതും പ്രശ്നമില്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് പോളണ്ടിൽ വർക്ക് ചെയ്യാം. വർക്കിന് ഒരു അവേഴ്സിന് ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ പോളണ്ടിലില്ല. ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ ഒരു മെക്ഡിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം. ഇപ്പൊ ഞങ്ങളുടെ ബ്രെഡ് ഫാക്ടറിയിൽ തന്നെയാണെങ്കിലും ബ്രെഡ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് തന്നെ അല്ലെങ്കിൽ ഒരാൾ തന്നെ ആ ഒരു ദിവസം തന്നെ മെക്ഡിയിലും KFCയിലും ബർഗർ കിങ്ങിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം തന്നെ 2 ജോലി ചെയ്യുന്ന ആൾക്കാർ 3 ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ പോളണ്ടിൽ ആ ഒരു ജോലി ഇത്ര മണിക്കൂർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ജോലി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ജോബും ചെയ്യാവുന്നതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത് കിട്ടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 3 month ആണ് പ്രൊബേഷണറി പീരീഡ്. അതിനുശേഷം വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിന് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ കൂടി വേറൊരു ഓൺലൈൻ വർക്ക് ഒക്കെ ചെയ്യാനാണെങ്കിലൊന്നും യാതൊരു പ്രശ്നവും കാര്യങ്ങളും ഒന്നും തന്നെ പോളണ്ടിലില്ല. പിന്നെ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ പോളണ്ട് ഒരു പോളിഷ് സ്പീക്കിംഗ് കൺട്രി ആണ്. അപ്പൊ ഇംഗ്ലീഷ് എന്നുള്ള ഒരു ലാംഗ്വേജ് ഇവിടെ പ്രോബ്ലം ആയിരിക്കും എന്നാണ്. നിങ്ങൾക്ക് ആ ഒരു പേടി വേണ്ട. പോളണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഗൂഗിൾ ട്രാൻസ്ലേഷൻ കൂടി നമുക്ക് പോളിഷ് അറിയില്ല എങ്കിൽ പോലും നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേഷൻ കൂടി നമുക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോളിഷിൽ നമുക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ അത്യാവശ്യം പോളിഷൊക്കെ നമുക്ക് കുറച്ച് നാൾ ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് അവരോട് തട്ടിമുട്ടിയും പറയാനുള്ള പോളിഷൊക്കെ നമുക്ക് ഓൾറെഡി പഠിക്കും. പിന്നെ കുറച്ചൊക്കെ നമുക്ക് കേട്ട് തന്നെ മനസ്സിലാവും. പോളിഷ് തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധം ഇല്ല. പിന്നെ നമുക്കിപ്പോ ഇവിടെ നിന്നൊരു PR കിട്ടണം എങ്കിൽ മാത്രമേ ആ ഒരു പോളിഷ് ടെസ്റ്റ് എഴുതണം എന്നുള്ള ഒരു മാൻഡേറ്ററി അവർ പറയുന്നുള്ളൂ. അതല്ലാതെ നമുക്കൊരു ജോബിന് കയറുവാണെങ്കിൽ ഒന്നും അവർ പോളിഷ് ചോദിക്കുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ചില കമ്പനീസിൽ, അതായത് ഇപ്പൊ ഒരു 100ൽ ഒരു 20-30% മാത്രം ഉള്ള ഒരു കമ്പനീസിൽ മാത്രമേ അവർ പോളിഷ് ലാംഗ്വേജ് മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അതല്ലാത്ത ഒരു 80% അല്ലെങ്കിൽ ഒരു 70% ആയിട്ടുള്ള കമ്പനീസിൽ ഇംഗ്ലീഷ് എന്നുള്ളൊരു ലാംഗ്വേജ് മാത്രം മതി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്.
മീൻസ് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ യൂണിവേഴ്സിറ്റീസ് തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജസ് എക്സ്ട്രാ പഠിപ്പിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എടുക്കുന്ന ആ ഒരു കോഴ്സിന്റെ കൂടെ തന്നെ ജർമ്മൻ, പോളിഷ്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് എന്നുള്ളൊരു രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ ചൂസ് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പോളിഷ് ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് ലാംഗ്വേജ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പോളിഷ് എടുക്കാം, ഫ്രഞ്ച് വേണമെങ്കിൽ ഫ്രഞ്ച് എടുക്കാം, ജർമ്മൻ വേണമെങ്കിൽ ജർമ്മൻ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പോളണ്ടിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും വിത്ത് ഓർ വിത്തൗട്ട് IELTS പോളണ്ടിൽ നമുക്ക് ഒരു കോഴ്സ് ചെയ്യാവുന്നതാണ്. 55% to 60% ഒക്കെ നിങ്ങൾക്ക് ഗ്രേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഗ്രേഡും കാര്യങ്ങളെല്ലാം നിങ്ങൾ വരുന്ന ഒരു ഏജൻസി ത്രൂ അവരോട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അവർ നിങ്ങൾക്കുടെ പെർസെൻറ്റേജ് അനുസരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസും ഒരു സ്റ്റുഡന്റിനെ എടുക്കുന്നത് 55% എബവ് ഉള്ള ഒരു സ്റ്റുഡന്റിനെയാണ് അവര് ഒരു ഹയർ എഡ്യൂക്കേഷന് പോളണ്ടിലേക്ക് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം പോളണ്ട് എന്നുള്ള പറയുന്ന ഒരു യൂറോപ്യൻ കൺട്രി ഷെങ്കൻ കൺട്രിയിൽ പെട്ട ഒരു കൺട്രി കൂടിയാണ്. 27 കൺട്രീസ് ആണ് ഷെങ്കൻ കൺട്രീസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു പോളണ്ടിൽ നിന്ന് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പോളണ്ടിൽ തന്നെ വർക്ക് ചെയ്യണം എന്നില്ല. ഈ ഒരു 27 കൺട്രീസിൽ അതായത് ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുവാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോളണ്ടിലെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് വേറൊരു ഷെങ്കൻ കൺട്രിയിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം. കാരണം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംഭവമാണ്, നമുക്കിവിടെ കോഴ്സ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് വേറൊരു ഷെങ്കൻ കൺട്രീസിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. നമുക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് പോളണ്ടിലെ എവിടെ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ മറ്റൊരു ഷെങ്കൻ കൺട്രിയിൽ നിന്ന് നമുക്കൊരു ജോബ് ഓഫർ വരാതെ നമുക്ക് ഒരിക്കലും വേറൊരു ഷെങ്കൻ കൺട്രിയിൽ പോയി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല. പിന്നെ മെയിൻലി ആയിട്ട് നിങ്ങൾ പോളണ്ടിലേക്ക് പോളണ്ട് എന്നുള്ളൊരു കൺട്രി ചൂസ് ചെയ്യുമ്പോഴത്തേക്കും പോളണ്ടിൽ കുറച്ച് സിറ്റീസ് ഉണ്ട്. അതായത് റോക്സ്ലോ, വാർസോ, ഗഡാൻസ് അങ്ങനെ പറഞ്ഞ കുറച്ച് സിറ്റികളുണ്ട്. ഈ ഒരു സിറ്റിയിലേക്കാണ് കൂടുതലായിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റീസ് നോക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ലുബ്ലിൻ അതുപോലെ പോസ്നാൻ പോലത്തെ സിറ്റീസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റീസ് ഒന്നും കുഴപ്പമില്ല, യൂണിവേഴ്സിറ്റീസ് ഒക്കെ നല്ല യൂണിവേഴ്സിറ്റീസ് ആണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം വാർസോ എന്ന് പറയുന്നത് പോളണ്ടിന്റെ ക്യാപിറ്റൽ ആണ്. സോ വാർസോ എന്ന് പറഞ്ഞാൽ കുറച്ച് മോഡേൺ സിറ്റി ആയതുകൊണ്ട് തന്നെ വാർസോ പോലത്തെ ഉള്ള സിറ്റിയിലെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പാർട്ട് ടൈം ജോബും കാര്യങ്ങളെല്ലാം കിട്ടും മറ്റുള്ള സിറ്റീസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും. ഇപ്പോൾ ലുബ്ലിനിൽ പോയി കഴിഞ്ഞാൽ ലുബ്ലിൻ എന്നുള്ളൊരു സിറ്റി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ലുബ്ലിനിൽ പോയിട്ട് നിങ്ങൾ ഒരു കോഴ്സ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ പാർട്ട് ടൈം ജോബ് കിട്ടാൻ നിങ്ങൾ കുറച്ചും കൂടി അന്വേഷിച്ച് ഹണ്ട് ചെയ്ത് നടക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം യൂണിവേഴ്സിറ്റി നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഏജൻസിയുടെ അടുത്ത് യൂണിവേഴ്സിറ്റിയുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും പാർട്ട് ടൈം ജോബ് കിട്ടുമോ എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതും വളരെ നല്ല ഒരു കാര്യമായിരിക്കും. പോളണ്ടിൽ വന്ന് പഠിക്കുമ്പോഴത്തേക്കും നാട്ടിലുള്ള ഒരുപാട് പേർക്ക് കുറെ ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോളണ്ടിൽ ഒരുപാട് ടോപ്പ് ആയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പഠിക്കുന്ന വിസ്റ്റുല യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും അതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും അതൊരു ടോപ്പ് റാങ്കിൽ പെട്ട ഒരു യൂണിവേഴ്സിറ്റീസ് ആണ് വിസ്റ്റുല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് പോളണ്ടിലുണ്ട്. അപ്പൊ പോളണ്ടിലേക്ക് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഇവിടെ വന്നിട്ട് എന്താകും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഒരിക്കലും വേണ്ട. നിങ്ങൾക്കൊരു യൂറോപ്യൻ ഡിഗ്രി എന്ന് പറയുന്നത് അതൊരു ഹൈ വാല്യൂഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ഈ ഒരു യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സിനോ മാസ്റ്റേഴ്സിനോ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നാളെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു UK-യിലേക്കോ കാനഡയിലേക്കോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കോ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനോ വോക്കിനോ ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യൂറോപ്യൻ ഡിഗ്രി ഉണ്ട് എന്ന് പറയുന്നത് അത് നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അതിപ്പോ പോളണ്ടിൽ നിന്നല്ല യൂറോപ്യനിൽ എവിടെ നിന്ന് നിങ്ങൾക്കൊരു യൂറോപ്യൻ ഡിഗ്രി കിട്ടിയാലും അതിനൊരു വാല്യൂ തന്നെയാണ്. പിന്നെ ഞാൻ പോളണ്ട് എന്നുള്ളൊരു കൺട്രിയിൽ ഒരുപാട് പേര് താഴ്ത്തി വെച്ചിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ട് ഞാൻ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റുഡൻസിന് പോളണ്ടിനെ കുറിച്ചൊരു കുറെ തെറ്റായിട്ടുള്ള കുറെ ധാരണകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ഇവിടെ പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എത്രയാണോ ചെലവ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ ബ്ലാസ്റ്റ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ല.
കുറെ പേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നുണ്ട് പോളണ്ടിൽ വന്നിട്ട് വലിയ കാര്യമില്ല, പോളണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അങ്ങനെ ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഞാൻ പോളണ്ടിൽ വന്നതിന് ശേഷമാണ് എന്റെ ഫീസും കാര്യങ്ങളൊക്കെ അടച്ചു, ഞാൻ നാട്ടിലുണ്ടായിരുന്ന എന്റെ ലോണൊക്കെ ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവര് നാട്ടിൽ നിന്ന് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്ന ഒരു പാർട്ട് ടൈം ജോബിൽ നിന്ന് അവർക്ക് ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം അറിയാൻ വേണ്ടി പറ്റും എത്ര രൂപ നമുക്ക് കൈ കിട്ടുമെന്ന്. അപ്പൊ അവര് ആ ഒരു എമൗണ്ട് വെച്ച് അവരുടെ ലോൺ ക്ലോസ് ചെയ്തു. അവരിപ്പോ നമ്മളുടെ ഫ്യൂച്ചറിന്റെ പ്ലാനിലേക്കുള്ള സേവിങ്സും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പോളണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല എന്നുള്ളൊരു ചിന്തയോടെ ആരും വരാൻ നിൽക്കണ്ട. പിന്നെ നമുക്ക് ആദ്യമൊക്കെ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടാനും ഒക്കെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റാണ്, ഒരു പ്രശ്നവും കാര്യങ്ങളും ഒന്നും തന്നെ നിങ്ങൾ പേടിക്കണ്ട. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ ദിസ് ഇസ് സൈനിങ് ഓഫ് ഗ്രീഷ്മ സുജിത്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ ഓൾ.